വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനൊഴികെ ആർക്കെങ്കിലും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നല്ല അഭിപ്രായം ഉണ്ടാകുമോ എന്നറിയില്ല. പുടിൻ കഴിഞ്ഞ ദിവസം ട്രംപിനെ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സെലൻസ്കി എപ്പോൾ ചെന്നാലും അപമാനിച്ചിറക്കിവിടും. ട്രംപിന്റെ കാര്യത്തിൽ മോദിയുടെ നയതന്ത്രം നല്ലതിനാണോ, ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണോ? രണ്ട് നേതാക്കൾ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തിപരമായി ഉള്ള സൗഹൃദങ്ങൾക്ക് ഉപരിയായി അതത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നയതന്ത്രത്തിൻ്റെ ഭാഷയിൽ യഥാർത്ഥത്തിൽ പേടി, സങ്കോചം അങ്ങനെയൊന്നുമില്ല. സ്ട്രാറ്റജി എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് മോദി നിരന്തരം ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിമുഖം അല്ലെങ്കിൽ നേരിട്ടുള്ള സമാഗമം ഒഴിവാക്കുന്നു? പല ചോദ്യങ്ങളാണ്. 3 ഓപ്പർച്യൂണിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗ് ന്യൂയോർക്കിൽ വെച്ച് കൂടിയപ്പോൾ ഓഗസ്റ്റിൽ ഇന്ത്യ അയച്ചത് വിദേശകാര്യമന്ത്രിയാണ്. ഇപ്പം മോദിക്ക് പോകാമായിരുന്നു. പോയാൽ സ്വാഭാവികമായി അമേരിക്കൻ മണ്ണിലായതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ടെങ്കിലും ട്രംപിൻ്റെ ആതിഥ്യം സ്വീകരിക്കേണ്ടി വരും. ഒന്ന്, ഒരു നേരിട്ടുള്ള സൈഡ് ലൈനിൽ സാധാരണ രാജ്യ നേതാക്കൾ ഒരുമിച്ച് കാണാറുണ്ട്. അത് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഭാരതം ആഗ്രഹിച്ചതുകൊണ്ടാവണമല്ലോ മോദി ആ യാത്രയിൽ നിന്നും ഒഴിവായി നിന്നത്. 2, ഈ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഈ ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിൽ വെച്ച് നടന്നത്. ഈ ഗാസ വിഷയത്തിൽ ഒരു അന്തിമ സമാധാന കരാർ സ്ഥിരീകരിക്കുന്ന വേളയിൽ അവിടെ സന്നിഹിതരായിരിക്കാൻ ലോക നേതാക്കൾ ആഗ്രഹിക്കും. പക്ഷേ ഇന്ത്യ അയച്ചത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ കാര്യമായ പങ്കാളിത്തമില്ല എന്ന് തോന്നുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ സൈഡ് ലൈനിലും അവഗണിക്കപ്പെടാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ ഇന്ത്യ കാര്യമായി ഒന്നും ചെയ്യാനില്ല ആ ഒരു പ്രക്രിയയിൽ എന്ന ബോധ്യമാവാം ഒരു പക്ഷേ. 3ാമത്, ഇപ്പോഴിതാ കൊലാലംപൂരിൽ വെച്ച്, മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിൽ വെച്ച് നടക്കുന്ന 26, 27, 28 ഒക്ടോബർ മാസം നടക്കേണ്ട മീറ്റിങ്ങിൽ ഡൊണാൾഡ് ട്രംപ് വരുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. 26-ാം തീയതി അദ്ദേഹം കൊലാലംപൂരിൽ വരും. അപ്പം ഇതിൻ്റെ ഡയലോഗ് പാർട്ട്നേഴ്സാണ് അമേരിക്കയും ചൈനയും ജപ്പാനും ഇന്ത്യയും എല്ലാം തന്നെ ആസിയാൻ ഡയലോഗ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഈ നേതാക്കൾക്ക് ഒത്തുകൂടാനുള്ളൊരു വേദിയാണ് ആസിയാൻ സമ്മിറ്റ്. അപ്പോൾ അവിടെ ചൈനയുടെ പ്രസിഡന്റ് വരാൻ സാധ്യതയുണ്ട്, ജപ്പാൻ്റെ പുതിയ വനിതാ പ്രധാനമന്ത്രി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വരേണ്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേകിച്ച് ഇന്ത്യ ആസിയാൻ ബന്ധങ്ങൾ വളരെ നിർണായകമാണ്. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ അതീവ നിർണായകമാണ്. ആ ഒരു സമാഗമത്തിൽ നിന്നും ട്രംപിനെ കാണേണ്ടത് കൊണ്ടാണോ, കാണേണ്ടി വരും എന്ന സങ്കോചം കണ്ടാണോ, അതോ മറ്റു ചില കാരണങ്ങളാലാണോ? ഇപ്പം ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ സാമാന്യം ഫ്ലിംസി തന്നെയാണ്. കാരണം ദീപാവലി സമയത്ത് പ്രധാനമന്ത്രിക്ക് രാജ്യത്ത്, ദീപാവലി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉള്ള ബീഹാറിലെ ഛാട്ട് പൂജയാണ്. ബീഹാറിൽ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. വളരെ വൈകാരികമായ ഒരു ഫെസ്റ്റിവൽ. നാളെ മോദി ബീഹാറിലേക്ക് പോവുകയാണ്. നാളെ അദ്ദേഹം 24-ാം തീയതി ബീഹാറിലേക്ക് പോവുകയുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സീരീസ് ഓഫ് റാലീസ് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കും. അപ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോൾ അവിടെയാണ് ചോദ്യം, പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്ന ചോദ്യം. ട്രംപിനെ കാണുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുട്ടിടിക്കുമോ? ചോദ്യം ഇവിടെ പേടിയോ ഭയമോ ആശങ്കകളോ ഒന്നുമല്ല. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഒരു നേതാവിനെ കാണുക എന്നതും കാണാതിരിക്കുക എന്നതും സ്ട്രാറ്റജിയാണ്. കാണാൻ അവസരം ഉണ്ടായിരിക്കെ തന്നെ കാണേണ്ട ആവശ്യം ഇല്ല എന്ന് തീരുമാനിച്ച് മാറി നിൽക്കുന്നതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഞാനിതിനെ ഒരു നയതന്ത്രം എന്നതല്ല, നയതന്ത്രത്തിനുള്ളിലെ ഒരു അതീവ ഷാർപ്പായ ഒരു സ്ട്രാറ്റജി ഇവിടെ പറഞ്ഞു കേട്ടത്. ഇടയ്ക്ക് വെച്ച് മോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ട്രംപ് ശ്രമിച്ചപ്പോൾ 4-5 തവണ അതിനുള്ള അവസരം നിഷേധിച്ചു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. 4-5 തവണ ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ട് മോദിയെ വിളിച്ചപ്പോൾ മോദി അത് പിക്കപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മന്ത്രാലയം ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം കാട്ടിയില്ല എന്നതുണ്ട്. അതേസമയം ദീപാവലി ദിനത്തിൽ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആശംസ ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകി എന്ന് പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവിടെ മോദി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നു. ഇത് നയതന്ത്രത്തിൻ്റെ ഷാർപ്പ് കാര്യങ്ങളാണ്. ഒന്ന്, ജനാധിപത്യ ഭാരതം, അതായത് ഈ ലൈറ്റ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലെ, വെളിച്ചത്തിൻ്റെ ഉത്സവമായ ദീപാവലി സമയത്ത് ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതവും ജനാധിപത്യ ക്രെഡൻഷ്യൽസ് ഉള്ള അതിവിശാലമായ രാജ്യമായ അമേരിക്കയും യോജിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും, അതേപോലെ തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇൻഡോ അമേരിക്കൻ സൗഹൃദത്തിൻ്റെ പ്രാധാന്യവും ഒറ്റ വരി മറുപടിയിൽ ഉൾക്കൊള്ളിച്ചു എന്ന് പറയുമ്പോൾ ഒരു പാലം അവിടെയുണ്ട്.
പക്ഷെ അതേസമയം നേരിട്ട് മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് എന്താണ് നരേന്ദ്രമോദി സംസാരിച്ചതായി ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത്. ഇതുവരെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അമേരിക്കൻ ഇടപെടലിനെ കുറിച്ചോ അല്ല എങ്കിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഓയിൽ ട്രേഡിനെ കുറിച്ചോ കമാന്നൊരക്ഷരം പ്രധാനമന്ത്രിയുടെ മന്ത്രാലയമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. 4 പ്രാവശ്യമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് 4 പ്രാവശ്യമാണ് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ കച്ചവടം, എണ്ണ വാങ്ങൽ കുറച്ചു കൊണ്ടുവരും, മോദി എനിക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം. ആ വിഷയം സംസാരിച്ചു. ദീപാവലി ആശംസിക്കാൻ വിളിച്ചപ്പോൾ ട്രേഡ് വിഷയം സംസാരിച്ചു എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിന് മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന് സ്ഥിരീകരണമില്ല. അതും ഒരു തന്ത്രമാകും. ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം, സംസാരിച്ചില്ല എന്ന് പറയാൻ നമ്മൾ ആളല്ല, പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ കാര്യവും വെട്ടി വിളിച്ചങ്ങ് പറയുകയാണ്, മറുപക്ഷത്തെ സ്ട്രാറ്റജിക് സൈലൻസ് എന്ന ഒരു നിലപാടിലാണ് നരേന്ദ്രമോദി. അത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുപക്ഷെ ആത്യന്തികമായ സമഗ്ര വ്യാപാര കരാർ ഒരു നവംബർ മാസം അവസാനം, ഒക്ടോബർ അവസാനത്തോടെ എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയെങ്കിൽ എല്ലാ ക്യാമറ കണ്ണുകളും യഥാർത്ഥത്തിൽ കോലാലംപൂരിലേക്ക് കേന്ദ്രീകരിക്കുമായിരുന്നു. ആ മീറ്റിംഗിന് സൈഡ് ലൈനിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ വ്യാപാര കരാർ അനൗൺസ് ചെയ്യുമായിരുന്നു. അതുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ പ്രിമച്വറായി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തേണ്ടതില്ല. അതുകൊണ്ടാവാൻ പോകാത്തത്. അതുകൊണ്ട് നവംബർ അവസാനത്തോടു കൂടി ഒരു ധാരണയാകും. 50% തീരുവ 15%ത്തേക്ക് കുറച്ചു കൊണ്ടുവരാനാവും എന്നാണ് അനൗപചാരികമായി നയതന്ത്ര രംഗത്ത് ഇപ്പോൾ കേൾക്കുന്നത്. ശരി, പ്രത്യേക മനുഷ്യന് പ്രത്യേക നയതന്ത്രം എന്നതാണ് ട്രംപിന്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ നിഗമനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റതിഥികളിലേക്ക് എത്താം. ചെറിയൊരു ഇടവേള കൂടി.